ചേലോടെ തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ എല്ലാ പ്രേക്ഷകർക്കും വെരി ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ശരിക്കും നമ്മുടെ സൂപ്പർ ഷോ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ ടെലിവിഷൻ ചരിത്രത്തില് മൊത്തത്തിലുള്ള ഒരു ശരിക്കും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സൂപ്പർ ഷോ. സുരാജ് ചേട്ടാ, ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾക്ക് അതിലൊരു പാട്ടായാല് ന്യൂ ഇയർ ആയിട്ട് നമ്മളിത് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. ശരിക്കും ന്യൂ ഇയറിലെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മുടെ സൂപ്പർ ഷോന്റെ. തുടങ്ങല്ലേ അപ്പൊ നമ്മള്? ചേട്ടാ, മറക്കാൻ പറ്റാത്ത ഒരു ന്യൂ ഇയർ പ്രോഗ്രാം അല്ലല്ല, കേക്കട്ടെ, നമുക്ക് ഓർമ്മകളൊന്നും ഇവർക്ക് എടുക്കാം. ഒരു പ്രോഗ്രാം ചേട്ടാ, അതിൽ വെള്ളം ചേർക്കരുത്, സത്യസന്ധമായിട്ട് പറയണം. 3 തക്കാളിയെങ്കിൽ 3 തക്കാളി. ഞാൻ ട്രിവാൻഡ്രം ക്ലബിലെ ഒരു ന്യൂ ഇയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. വർഷം പറയുന്നു അല്ല, വളരെ നേരത്തെ. അതിൽ അങ്ങനെ ഒരു അനുഭവമൊന്നും അല്ല. ആദ്യമായിട്ട് ഞാൻ ഒരു വലിയ മെഗാ ഷോ അറ്റൻഡ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രേക്ഷകരും അത് തന്നെ കൂട്ടാ ചിരിപ്പിച്ച്. അന്ന് പൃഥ്വിയൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയിലോട്ടൊന്നും വന്നിട്ടില്ല ആ സമയത്തൊക്കെയാണ്. അവരുടെ മുമ്പിലൊക്കെ പെർഫോം ചെയ്തായിരുന്നു അന്നത്തെ. അതായത് ലക്ഷ്മി ഉദ്ദേശിക്കുന്നത് ചീമുട്ട അങ്ങനത്തെ സാധനങ്ങൾ. അതാണ് ആദ്യം പറഞ്ഞത്. ഇന്ന് ഓർമ്മിപ്പിക്കല്ലേ, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം. ചേച്ചി എനിക്ക് മുട്ടയൊന്നും എനിക്കതല്ല, എനിക്ക് ഐറ്റം വേറെ ഇരുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒരു ന്യൂ ഇയർ പഞ്ചിന് വേണ്ടിട്ട് ഒരു ബണ്ടിൽ ഓഫ് സർപ്രൈസസ് ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഡിയൻസ് റെഡിയാണോ? ഓൾ സെറ്റ്? അപ്പൊ ഇതെല്ലാം ഈ ന്യൂ ഇയർ എപ്പിസോഡ് നമ്മുടെ സി കേരളത്തിൽ അടിച്ചു പൊളിക്കാൻ, നമ്മുടെ സൂപ്പർ ഷോയില് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പവർ ടീം, പവർ ഗ്രൂപ്പ് എത്താണ്. സുരാജ് ചേട്ടാ റെഡിയാണോ? റെഡി. സോ ലെറ്റ്സ് വെൽക്കം our പവർ ഗ്രൂപ്പ്. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറബേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പിടിക കത്തുന്നേ, പടക്ക
അടക്ക പീടിക കത്തുന്നേ അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ പറിച്ചെടുത്തത് കണ്ടില്ലേ On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോട്ടി. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോട്ടി. കുടിച്ചിറക്കിയ കണ്ണീരിൽ അടിച്ചു തെന്നി ഞാൻ വീഴുമ്പം പിടിച്ചു നിൽക്കാൻ പഴുതടയും ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ നടുക്കിരുന്നവളാണേ നീ On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോട്ടി. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോട്ടി. On the floor baby, hit it hard baby, rock the party baby. നമ്മളിത് എവിടെ വന്നത്? മകൾമതി സമ്പ്രദായത്തില ദേവസരൊക്കെ നിൽക്കുന്ന അമ്പന. അമ്മ ഇത് ദേവസേനല്ല, ഇത് ലക്ഷ്മി നക്ഷത്ര. ഹലോ എടി പൊടി എന്നൊക്കെയുള്ളത് വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി കേട്ടോ. മാമിയുടെ പ്രായമുണ്ട്, ഇടിയെന്നൊന്നും വിളിക്കല്ലേ. സോറി ആന്റി. അമ്പനെ ശ്രദ്ധിച്ചമ്പനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. അമ്പനെ അതല്ല രംഗച്ചേട്ടനെ ശ്രദ്ധിക്കമ്പനെ. അണ്ണാ പറയണ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. അപ്പന ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചപ്പന. എന്താണ്? വലിയില്ല, കുടിയില്ല, കാറി കറങ്ങി നടക്കൂല, മാറിപ്പോവില്ല. ഞാനും ഇല്ല അണ്ണാ. ഇതൊക്കെ നിരുത്ത തീരുമാനിച്ചല്ലേ? അല്ലല്ല, നാളെ തൊട്ട് ഞാനും ഇതൊന്നുമില്ല. ഇത് കിട്ടുമെന്ന് മുന്നേ ഞങ്ങൾ പുറകെ കിടക്കുന്നത്. അത് കാരമ്പന. ഇതെല്ലാം ഇവിടുത്തെ ടെലിവിഷൻ താരങ്ങളാണ്. ആണോ? ഒന്നും വരൂ, ഇവിടെ വരൂ. ഇത് സീരിയൽ രംഗത്തെ ഒരു മികച്ച നായികയാണ്. അതെയാ? സീരിയൽ കണ്ടിട്ടുണ്ടോ? അയ്യോ കണ്ട അണ്ണൻ കരയും. ഈ നായികക്ക് 2 മക്കളുണ്ട്. അമ്പനെ ഭർത്താവ് ഇവരെ കളഞ്ഞിട്ട് ഇതിനെക്കാട്ടും നല്ലൊരു പെൺകുട്ടിയുടെ കൂടെ പോയി. അപ്പനെ ഇവരെക്കാളും നല്ല പെൺകുട്ടിയാ. അതാരമ്പനെ? അതെനിക്കങ്ങനെ അറിയാം. ഒരു പെൺകുട്ടിയുടെ പോയി. അതിനുശേഷം കുട്ടിയെ വളർത്താൻ പറ്റാതെ ഈ കുട്ടി അലയുകയാണ്. അമ്പനെ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ പൈസ ഇല്ല, മുടി സ്മൂത്ത് ടൈം ചെയ്യാൻ പൈസ ഇല്ല, ഫേഷ്യൽ ചെയ്യാൻ പൈസ ഇല്ല. അണ്ണാ എന്താ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അണ്ണ അത്ര പേടിച്ചൂറിയൊന്നുമല്ല. ബാംഗ്ലൂർ കേട്ടോണ്ടാ? ബാംഗ്ലൂർ കിടുകിട വിറപ്പിച്ച മുതലാണ്. ബാംഗ്ലൂർ മറ്റേ ഈ വൈറൽ പനി വരത്തിയത്. അതങ്ങനെ വെച്ചാ അല്ല കിടുകിട വിറപ്പിച്ചത്. എവിടെ കൊല്ലട്ടാൻ പോലെ എവിടെ കൊല്ലിച്ചായി അനങ്ങിയ ഉന്നം തെറ്റിയില്ലേ? റിസ്ക് എടുക്കണ്ട. അത് ഇത് കളിത്തോക്കാന്ന് എല്ലാവർക്കും മനസ്സിലാവും പാനെ. ഇത് ഒറിജിനൽ തോക്കാണ്. അത് കളിത്തോക്കാൻ പാനെ. ഒറിജിനൽ തോക്ക്. അമ്പാനെ അത് കളിത്തോക്കാണ്. ഉണ്ടാവണ്ട. അത് കളിത്തോക്കാൻ ഒറിജിനൽ തോക്ക്. മാറ്റി അത് ഓപ്ഷൻ പാനെ. അത് കളയാൻ പാനെ. ഫ്ലോറിൽ പറ്റില്ല. കാലെടുക്കരുത്. അങ്ങനെ ഒന്നും പാനെ. സോറി അണ്ണ, സോറി അണ്ണ. അമ്പാനെ തുപ്പിയിട്. അമ്പാനെ ആ എനിക്കെല്ലാവരും ഇഷ്ടപ്പെട്ടു അമ്പാനെ. വന്നേ. ആ കുട്ടിയോട് പോയിട്ട് രംഗഞ്ചേട്ടൻ്റെ കോസ്റ്റ്യൂം ഒക്കെ എന്നോട് ചോദിക്കാൻ പാനെ. ചോദിക്കാൻ പാനെ. അണ്ണന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടില്ല. അണ്ണാ അവള് പറയണേ ബാംഗ്ലൂർ ലോ ഫ്ലോർ ബസ്സിന്റെ കണ്ടക്ടർ കണക്കിരിക്കണം. വെടിവെക്കാൻ പാനെ. വെടിവെക്കാൻ പാനെ. വെടിവെച്ചിട്. ഉണ്ടായില്ല ഉണ്ടായില്ല. ആ കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പാനെ. അതെ ആ കുട്ടിയോട് ചോദിക്കാൻ പാനെ. ചെല്ലി ചോദിക്കാൻ. അണ്ണന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എന്ത് പറഞ്ഞു? ഇത് മാറ്റിയാലേ മൃഗാശുപത്രിയിലെ കമ്പൗണ്ടർ കണക്കിരിക്കണം. ഈ രംഗച്ചേട്ടൻ ഇഷ്ടമുള്ള ആരോളം ചോദിക്കും. അണ്ണാ അണ്ണനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അവൻ സർപ്രൈസ് ഇറക്ക്. അതെ നമ്മുടെ സർപ്രൈസ് പൊളിഞ്ഞു. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഇതിനേക്കാൾ വലിയൊരു സർപ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂ ഇയറിന്റെ സർപ്രൈസ് ആണോ? ന്യൂ ഇയറിന്റെ ഫസ്റ്റ് സർപ്രൈസ്. ടെലിവിഷൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന നിങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആണ് വരാൻ പോകുന്നത്. സർപ്രൈസ് ഇദ്ദേഹമാണോ ഭയങ്കര സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നത്? അത് എങ്ങനെയാണോ? എന്റെ പൊന്നടാ, നാട്ടിൽ എവിടെ ഒരു പരിപാടി ഉണ്ടോ അവിടെ ഉണ്ട്.
ഇനി ഇതും വിട്ട് നമ്മൾ പുറത്ത് വിദേശ രാജ്യത്ത് പോകാന്ന് വെച്ചാൽ അവിടെ അവനുണ്ട്. ഇനി അല്പം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് കാറിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ FM ലോകം വരും. FM ട്യൂൺ ഇനി എല്ലാം പോട്ടെ, ഇത്തിരി മൊബൈൽ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇവനും അവന്റെ ഭാര്യയും കൂടെ വരും. ഏതിന്? ഇൻസ്റ്റാഗ്രാമില് റീലുമായിട്ട്. അതെ, ബീൻചേട്ടൻ. അതെ, ഇതാണ് സർപ്രൈസ്. സൂപ്പർ സർപ്രൈസ് അല്ലേ? ഇവര് വലിയ ബിൽഡപ്പിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാണ്. ശബ്ദം പോലും ഇല്ലാതെ ഞാൻ വന്നതാണ്. 2 ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് പോയതാ. സത്യം എങ്ങനെ പോയി? നിനക്ക് ശരിക്കും ഇതിന് FM-ല് കഥാപ്രസംഗമാണോ അതോ പരിപാടി അവതരിപ്പിക്കലാണോ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ ആഘോഷങ്ങൾ നടക്കുകയല്ലേ. ന്യൂ ഇയറിന് മുമ്പുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഈ ശബ്ദം. ഇതിലെല്ലാം വരും കേട്ടോ. കഥാപ്രസംഗം, നാടക നടൻ, പാലയ നടൻ. നാളെയാണ് ഈ ശബ്ദത്തിൽ ഭയങ്കര ആപ്റ്റായിരിക്കും. പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് നാളെ. അതെ, ലോട്ടറി ഒക്കെ വന്നു. ഇതിനെ ഈ കാശെല്ലാം കൂടെ നീ എവിടെയാടാ കൊണ്ടുപോകണേ? ഇല്ല ഏട്ടാ, ഇതെല്ലാത്തിനും ചെലവുണ്ട്. ഭാര്യയുണ്ട് ഏട്ടാ. വളർത്തുന്നുണ്ടത്. ടെലിവിഷനിലെ ധ്യാൻ ശ്രീനിവാസനാണ്. എവിടെ വിളിച്ചാലും പോകും. ചാനൽ ഏതൊന്നും അറിയൂടെ, എല്ലായിടത്തും ഉണ്ട്. ഇത് മാറി വന്നതല്ലല്ലോ. ഡയറക്ടറാണ്. ന്യൂ ഇയറിന് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിയുന്ന വലിയ സന്തോഷമാണ്. ശബ്ദമില്ലെങ്കിൽ കൂടി മനസ്സറിഞ്ഞ് എല്ലാവരോടൊപ്പം ചേർന്ന് ഇതിന്റെ ഭാഗമാകാൻ കഴിയാൻ വലിയ സന്തോഷം. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സൂപ്പർ ഷോന്റെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡ്. വൺസ് അഗൈൻ ദിസ് ഈസ് സൂപ്പർ ഷോ. അപ്പൊ എന്തൊക്കെയാണ് ന്യൂ ഇയർ പരിപാടികള്? സത്യം പറഞ്ഞ ന്യൂ ഇയറിന് ഇവരൊക്കെ നന്നാവോ എന്നുള്ളത് നോക്കണം. മൃദുല സുരാജേട്ടനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അവസരത്തിനൊത്ത് അങ്ങനെയാണെങ്കിൽ സുരാജേട്ടനെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ. മൃദുല, സുരാജേട്ടന്റെ നടത്തവും ഡാൻസും ഞാൻ ഏതിനാ ഡാൻസ് ചെയ്തത്? അതാണ് എനിക്ക് എളുപ്പം കളിക്കല്ല. അതുകൊണ്ട് കാരണം അറിയോ, കാലനക്കാതെ ഡാൻസ് കളിക്കുന്ന പരിപാടി ഉണ്ട് അവിടെ. അതെ, ആ കൈന്റെ മറ്റേ ഇതിൽ ആരെയും കൂടെയോ ചെയ്യുന്നു പറയുന്നു. മിഥുൻ ചേട്ടനെ ചേച്ചി ഒരു കാര്യം ചെയ്യാം. ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു വരും. എന്ത് ടോപ്പിക്കിനാ? നമുക്ക് ന്യൂ ഇയർ ആഘോഷങ്ങൾ. ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ന്യൂ ഇയറിന്റെ ആഘോഷത്തെ പറ്റി പറയുമ്പോ നമുക്ക് ഒരു കാര്യം പറയണമല്ലോ. അല്ല, കൊച്ചിയിലെ ആഘോഷവും ദുബായിലെ ആഘോഷവും പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതെ, മൃദുല എന്നെക്കാൾ ഭംഗിയായിട്ട് മിഥുനെ ചെയ്തു. അടിപൊളി ഒബ്സർവേഷൻ കേട്ടോ. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. ആരെങ്കിലും കൂടെ ഉണ്ടോ? നവ്യ ചേച്ചി ഒന്ന് ട്രൈ ചെയ്യണോ? പറ്റും. മൃദുല ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാ. നവ്യ ചേച്ചി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അയ്യോ, ഇത് ഇന്നൊന്ന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിരുന്നു തോന്നുന്നു. കൊള്ളാതാ. നൈസ് നൈസ്. ആകെ 4 പോസ്റ്റ് അറിയുള്ളൂ. അത് തന്നെ എപ്പോഴും ലക്ഷ്മിനെ കാണിക്കില്ലേ? എന്നെ ചെയ്യും. ലക്ഷ്മി ചേച്ചി ഇപ്പൊ കുറച്ചു മുന്നേ ഡാൻസ് ചെയ്തത് തന്നെ മിഥുൻ ചേട്ടനിൽ നിർത്തായിരുന്നു. തിരിയുടെ കതിരൊളിയോ മറിച്ചേലൂടെ മിഴീണ ചിമ്മി തൊഴുതുണരാൻ എന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ
ചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ നന്നായിട്ട് കാണിക്കുന്ന ഇത് കാര്യം. ശരിക്കും നന്നായി പോയി എന്ന് ഇവര് പറയാൻ പറഞ്ഞു. ഇങ്ങനെയെങ്കിലും എന്റെ പേരിൽ കളിക്കാൻ പറ്റിയല്ലോ. ഇത്രയൊന്നും അവിടെ ചെയ്യാറില്ല കേട്ടോ. ഗൈസ്, ഇതിനൊക്കെയുള്ള മറുപടി ആയിട്ട് ഞാൻ വരാം. പക്ഷെ കുട്ടി വളരെ ശരിക്കും നന്നായി ചെയ്തു. ഓക്കെ, അപ്പൊ ഈ അറ്റത്തെ രണ്ടുപേര് മിണ്ടല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങള് ന്യൂ ഇയർ ആയിട്ട്? വിശേഷങ്ങള് ന്യൂ ഇയർ ആയിട്ട് 2025 വരെയാണ്. അതാണ് ഏറ്റവും വലിയ വിശേഷം. ഞങ്ങൾക്ക് ഇതോടെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. നിതിൻ, നന്നായിട്ട് ഫ്രീസ് ചെയ്തേക്ക്. സുരാജ് ചേട്ടന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു ഡ്രസ് ഇൻസ്പയർഡ് ആയിട്ടാണോ ലൈക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൽ വന്നത്? അലക്കിയിട്ട് ഉണക്കാനിട്ടപ്പം ഞാൻ അടിച്ചു മരിക്കണമെന്നാ ഫ്രിഡ്ജ് അടയ്ക്കല്ലേ. ഇത് എപ്പോഴെങ്കിലും ഈ ഫ്രിഡ്ജ് എനിക്ക് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഒരു ഗംഭീര റെസൊല്യൂഷൻ എടുത്ത ഒരാളുണ്ട്. പേര് അനുമോൾ അനുക്കുട്ടി എന്ന് പറയും. ഇത് റെസൊല്യൂഷൻ അല്ലേ, രക്തരക്ഷസ് ഒന്നും പോലെ നിൽക്കണത്. അണ്ണന്റെ ഫ്രിഡ്ജിലേക്ക് കുറെ സാധനം പോരും. ഭയങ്കര ഒരു അച്ചടക്കവും ഒരു ഒതുക്കവും. 2025 ആയില്ലേ, ആ. ആദ്യമേ ആരെയും വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങോട്ട് വെറുപ്പിക്കാന്ന് വിചാരിച്ചു. അതെ അല്ലേ? എനിക്കൊരു കല്യാണം സ്മെൽ ചെയ്യുന്നുണ്ട്. ഈ 2025 കല്യാണം ഇല്ല, പ്രതീക്ഷിക്കാം? ഒരിക്കലില്ല. പിന്നെ ഓൺലൈൻ മീഡിയാസിൽ അങ്ങനെയല്ലല്ലോ ചുമ്മാ പറഞ്ഞിരുന്നത്. തമാശ. പറഞ്ഞ ഡേറ്റ് തീർന്നു പോയി, നവംബർ. ഇല്ല, കല്യാണം കാണത്തില്ല. കാണില്ലേ? അല്ല, കഴിക്കാൻ 2025 താല്പര്യമില്ലാത്തോണ്ടാണോ? താല്പര്യമുണ്ട്. ഈ 2025 വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ പറ്റി 2025? വേണ്ടാന്ന് വെച്ചു. 2025 അവള് ഏജ് ഓവറായി. ബുദ്ധിക്ക് ഒരു 5 വയസ്സ് കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി ടീമിന്റെ അടുത്ത് ചോദിക്കട്ടെ. ടീമേ, മടിയാർന്ന് 2024 വരെ ലൈഫിൽ മടിയാർന്ന്. 25 മടി മാറ്റി വെച്ചിട്ട് ഒരു വീട് വെക്കണം, ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അടിപൊളി. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഈ പപ്പാനിയെ കത്തിക്കാൻ പോകാറുണ്ട് അവിടെ. ഇല്ല, ഈ വർഷം അവനെയാ. ഫോർട്ട് കൊച്ചിയിൽ വരാൻ നേരത്ത് എല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു പിടി മണ്ണുമായിട്ട് തന്നെ അവിടെ വന്നിട്ട് മേലിലേക്ക് എറിയണം. എന്തിന്? മേലിലേക്ക് എറിയുമ്പോൾ താഴേക്ക് വീഴില്ല, അത്രയും ജനമാണ് അവിടെ. നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് തരോ? എന്തിന്? പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയാലോ? ചിട്ടയാന്ന് വിചാരിച്ചല്ലേ? അല്ല അത് അറിഞ്ഞിട്ടും കൈ വെച്ചല്ലോ. കുഴപ്പമില്ല. അത്രയും ജനം- ഫോട്ടോ വെച്ചിൽ ഒരാഴ്ച ഞാൻ പോയിട്ടുണ്ട്. ചേട്ടൻ മണ്ണെറിഞ്ഞിട്ടുണ്ടോ? കഴുകാറൊക്കെ ഒരു കാവ്യാത്മകമായിട്ട് പറഞ്ഞതാണെന്ന് കൂട്ടിക്കോ. പുള്ളിയല്ലേ? ഓ, ഈ ഒരു വർഷം അതായത് നമ്മുടെ സൂപ്പർ ഷോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ശനി ഞായറിന്റെ കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അന്ന് മാത്രം ഉറങ്ങാതെ 10 മണി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ആരംഭിക്കുകയാണ് 2025 സൂപ്പർ ഷോ.